സ്വാഗതം. ആദ്യം കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ്, രണ്ടും കൽപ്പിച്ചാണോ ശശി തരൂർ എന്ന് ചോദിക്കേണ്ടതായുള്ള ഒരു സ്ഥിതി. വിശ്വ പൗരനാണ് അദ്ദേഹം, നടത്തുന്ന ഒരു ചിന്ത മാത്രമാണ് ഇത് എന്ന് കോൺഗ്രസ് ഇനി കരുതുന്നില്ല, കോൺഗ്രസ് അത് അംഗീകരിക്കുന്നില്ല. അപ്പോഴും പാർട്ടിയിൽ ഇത്രനേ വിമർശനങ്ങൾ വന്നിട്ടും താൻ പറഞ്ഞത് തിരുത്തേണ്ട കാര്യമില്ല, തിരുത്തണമെങ്കിൽ പാർട്ടി കണക്ക് നൽകട്ടെ എന്ന് പറയുന്ന പ്രവർത്തക സമിതി അംഗത്തോട് ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും ഇനി സ്വീകരിക്കുക? നിങ്ങൾ കാണുന്നത്ര വലിയ ഭൂകമ്പമായിട്ട് ഞങ്ങൾ ഈ വിഷയത്തിനെ കാണുന്നില്ല. കോൺഗ്രസിൻ്റെ പഴയകാല ചരിത്രവും ആശയപരമായിട്ടുള്ള രണ്ട് പക്ഷത്തും മൂന്ന് പക്ഷത്തും നിന്നുള്ള അഭിപ്രായങ്ങളും നമ്മളൊന്ന് ചികഞ്ഞ് പരിശോധിച്ചാൽ ഈ ഒരു വിഷയത്തിലുള്ള അഭിപ്രായവും എതിരഭിപ്രായവും ചർച്ചയും സംവാദവും ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ സ്വാഭാവിക പ്രോസസ്സ് മാത്രമാണ്. അത് വെച്ച് ആർക്കെങ്കിലും മനക്കോട്ട ഉണ്ണണമെങ്കിൽ ഉണ്ണാം, ആർക്കെങ്കിലും ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാം. അതിനപ്പുറത്തേക്ക് ശ്രീ ശശി തരൂരിൻ്റെ നിലപാടിനോടോ അതിനോട് പ്രതികരിച്ച കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണത്തോടോ ഞങ്ങൾ കാണുന്നില്ല. ഈ ഗൗരവം, ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നതാണ്, അതിനപ്പുറത്തേക്ക് ഇല്ല. ഒരു ചർച്ച വളരെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനമാണ് നിങ്ങൾ നേരത്തെ കാണിച്ചത്. അതിലെവിടെയാണ് പരിഭവമുള്ളത്, എവിടെയാണ് അദ്ദേഹത്തിന് പ്രയാസമുള്ളത്? ബാക്കിയൊക്കെ എഴുത്ത് കച്ചവടക്കാരുടെ ബാക്കി പത്രം മാത്രമാണ്. അദ്ദേഹത്തിന് ഏതോ ഒരു ചാനൽ എഴുതി അദ്ദേഹത്തിന് KPCC ഓഫീസിൽ മുറിയില്ലാത്തതാണ് പ്രശ്നം. ലോകം മുഴുവൻ ചുറ്റി നടക്കുന്ന, ലോകത്ത് ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയാലും സീറ്റ് ലഭിക്കുന്ന, ലോകത്ത് എവിടെയും കയറി ചെല്ലാൻ അധികാരമുള്ള ഒരാൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അകത്തൊരു മുറി ഇല്ല എന്ന് പറഞ്ഞ് വിട്ടുപോകുന്നു എന്നൊക്കെ ആരെങ്കിലും ഒരു പത്രപ്രവർത്തനം നടത്തിയാൽ അതിനൊന്നും മറുപടി പറയാൻ തൽക്കാലം കോൺഗ്രസിന് ആവില്ല. അങ്ങനെ ഒരു പരിഭവം ശശി തരൂരിനും കോൺഗ്രസിനും ഇടയ്ക്ക് ഇല്ല. അങ്ങനെ എന്തെങ്കിലും കെട്ടുകഥകൾ ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇന്നോ നാളെയോ മറ്റന്നാളോ അവസാനിക്കുക മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ചില കാര്യങ്ങൾ എഴുതി, അതിനോട് ചില വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചു. അദ്ദേഹം തന്നെ പറഞ്ഞു, എൻ്റെ നയമാണ്, കഴിഞ്ഞ 16 വർഷമായി കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ എൻ്റെ വികസന നയമാണ്. നേരത്തെ ചുവന്ന കൊടി വെച്ച് വികസനം മുടക്കിയ ചുവപ്പിന്റെ ആളുകൾ തന്നെ ഇന്ന് ഞങ്ങളുടെ സമീപനം മാറ്റും എന്ന് പറയുന്നുണ്ട്. ആ മാറ്റം അവർ മാറുന്നുണ്ട് എങ്കിൽ ഞാൻ അതിനെ സ്വീകരിക്കുന്നു എന്നതാണ് അവർ പറയുന്നത്. പിന്നെ ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെന്റ് തന്നെ പുറത്തുവിട്ട, കേരള ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വെച്ച ചില കണക്കുകൾ അദ്ദേഹം ആധികാരികമായി രേഖയാക്കി വെച്ചിരിക്കുന്നത് ആ കണക്കുകളാണ്. ആ കണക്കുകളുടെ പൊള്ളത്തരത്തെ പറ്റി കഴിഞ്ഞ കുറെ കാലമായി കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ആശയവിനിമയത്തിലൂടെ അവസാനിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പൊട്ടിത്തെറിയോ ഭൂകമ്പമോ സുനാമിയോ ഒന്നും ഈ വിഷയത്തിൽ പ്രവർത്തക സമിതി അംഗം അല്ല ശ്രീ നിജേഷ് കണക്കാക്കുന്ന അത്ര ലാഘവത്തോടുകൂടി മുതിർന്ന നേതാക്കൾ ഇത് എടുക്കുന്നില്ലല്ലോ. പ്രവർത്തക സമിതി അംഗം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം ഇത്തരം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നടത്തട്ടെ എന്നാണല്ലോ MM ഹസൻ പറഞ്ഞത്. അതല്ലാതെ ഈ കോൺഗ്രസിനകത്ത് ഈ വിഷയത്തിനകത്ത് ഭിന്നതയുണ്ട്, ഒരു വിഭാഗം നിലപാട് മയപ്പെടുത്തുന്നു, മറുവിഭാഗം ACC നിലപാടെടുക്കട്ടെ, നടപടിയെടുക്കട്ടെ എന്ന് കരുതുന്നു എന്നാണല്ലോ ഈ വ്യത്യസ്ത പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ തോന്നുക. അതൊരു തികച്ചും സാങ്കേതികമായ ഒരു കാര്യം മാത്രമാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് തൻ്റെ അഭിപ്രായം വ്യത്യസ്തമായ രീതിയിൽ പറയാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായമായിട്ടാണ് വരിക. അതുകൊണ്ടാണ് ശ്രീ MM ഹസൻ സൂചിപ്പിച്ചത്, ഔദ്യോഗികമായി കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തൽക്കാലം അത് ഒഴിഞ്ഞു പറഞ്ഞാൽ അത് ഇതിനെ ബാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ശ്രീ ശശി തരൂർ പറഞ്ഞത്, ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് അങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, വേണമെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ് ഒഴിയണം എന്നെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ ഒഴിയും. അത്ര കണ്ടാൽ പോരെ ഇതിനെ, ഇതല്ലാതെ എന്തോ വലിയ പൊട്ടിത്തെറിയാണ് എന്ന രീതിയിലേക്ക് പോകേണ്ടതുണ്ടോ? ഇപ്പൊ എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നു, കോൺഗ്രസ് തന്നെ ഇന്ന് വൈകുന്നേരത്തെ ന്യൂസ് 18 ചർച്ചയിൽ കോൺഗ്രസിന്റെ നയം പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത് ഇവിടെ സ്ഥാനമില്ല, അത് ഔദ്യോഗികമായി ഇരിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഞാൻ ഇന്ന് രാത്രി തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമല്ല, അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഈ വ്യത്യാസത്തെ വളരെ ലളിതമായി ഒരു ജനാധിപത്യ സംവാദത്തിനകത്ത് ലളിതമായി എടുക്കാൻ കരുതിക്കൂടെ? നിജേഷൻ പറഞ്ഞതിൽ അത് ഉത്തരമുണ്ട്. സ്വാഭാവികമായിട്ടും ഒരാൾ അങ്ങനെ, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പോലും അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാൽ കരുതുന്നത് പോലെയല്ല ശശി തരൂരിനെ പോലെ ഒരാൾ ഈ അഭിപ്രായം പറയുമ്പോൾ ഒന്നുകിൽ ഈ അഭിപ്രായത്തോട് പാർട്ടി ഈ അഭിപ്രായം അംഗീകരിക്കുന്നില്ലെങ്കിൽ ഈ മുതിർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഈ തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞതിനെ എതിർക്കുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അഭിപ്രായം തിരുത്താൻ പറയുക. തിരുത്തുകയില്ല എന്ന് ശശി തരൂർ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യം, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാർട്ടി അംഗീകരിക്കുമോ?
അല്ല, അദ്ദേഹം തന്നെ ആ ചർച്ചയുടെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ അഭിമുഖത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, ഞാൻ ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല കടന്നു വന്നത്, ഞാൻ മറ്റു പല മേഖലകളിൽ നിന്നാണ് കടന്നു വന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ രാഷ്ട്രീയ മെയ്വഴക്കത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം സ്വാഭാവികമായി ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ മറ്റ് പല രീതിയിൽ പ്രസിദ്ധിയിൽ നിൽക്കുന്ന ഒരാൾ, നമ്മൾക്കതിനെ അറിയാം, അദ്ദേഹം 26ഓളം പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ഈ കേരളത്തെ പറ്റിയുണ്ട്, ഇന്ത്യയെ പറ്റിയുണ്ട്, ലോകത്തെ പറ്റിയിട്ടുണ്ട്. ആ പുസ്തകത്തിലൊക്കെ വായിച്ചാൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളാണ് അതിൽ വിശദീകരിക്കുന്നത്. അദ്ദേഹം എഴുതിയ എല്ലാ കാര്യങ്ങളോടും യോജിക്കണം എന്നൊന്നുമില്ലല്ലോ, അത് യോജിപ്പും വിയോജിപ്പും ഒക്കെ അവിടെ ഉണ്ടാകും. അദ്ദേഹം പറഞ്ഞ ഈ ഒറ്റ കാര്യം കൊണ്ട് കോൺഗ്രസ് പൊട്ടിത്തെറിച്ച് പോകും എന്ന രീതിയിലേക്ക് ഒരു ചർച്ചയുടെ ആവശ്യമല്ല. അത് നാളെയും മറ്റന്നാളും കോൺഗ്രസിന്റെ അകത്തുള്ള ആളുകൾ ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കും. പോകണ്ട. ശശി തരൂർ പോകുമോ പാർട്ടിയിൽ നിന്ന്? അങ്ങനെ പാർട്ടി കരുതുന്നുണ്ടോ? ഒരു ഘട്ടത്തിലും ശശി തരൂരിന്റെ പൊളിറ്റിക്കൽ അവയർനെസ് അല്ല, അദ്ദേഹത്തിന്റെ ആശയപരമായ അടിത്തറ, അദ്ദേഹത്തിന്റെ എല്ലാ സ്പീച്ചസും നമ്മൾ എടുത്തു നോക്കുക. അദ്ദേഹം കോൺഗ്രസിലേക്ക് കടന്നു വന്നത് കോൺഗ്രസിന്റെ ആശയപരമായ അടിത്തറയോട് യോജിച്ചു നിന്നുകൊണ്ടാണ്, അല്ലാതെ കേവലം ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദവിക്ക് വേണ്ടിയിട്ടോ അല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയത്തിന് കോൺഗ്രസിന്റെ സംഭാവനയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പാർട്ടി വിട്ടു പോവുക, അദ്ദേഹം തന്നെ ആലോചിക്കുക. നമ്മൾക്ക് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അദ്ദേഹം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിനെ പറ്റി വന്നു, എന്തിനാണ് അദ്ദേഹം മത്സരിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മളൊക്കെ മനസ്സിലാക്കി, ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് ഒരു പാർട്ടിയുടെ സൗന്ദര്യമാണ്. ആ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ വേണ്ടി ശ്രീ ശശി തരൂർ മത്സരിച്ചു. അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു, അദ്ദേഹത്തിന് എതിരായിട്ട് ശ്രീ ഗാർഗജിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. ആ തെരഞ്ഞെടുപ്പിന് ശേഷം എവിടെയെങ്കിലും ശ്രീ ശശി തരൂർ ഇലക്ഷനിൽ മത്സരിച്ചത് ഒരു മഹാ അപരാധമായി എന്ന രീതിയിൽ എന്തെങ്കിലും ചർച്ച ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളൊക്കെ തന്നെ പല സ്ഥലത്ത് പറഞ്ഞു, കോൺഗ്രസിൽ അങ്ങനെ ഒരു കൾച്ചർ, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊരു തെരഞ്ഞെടുപ്പ് വന്ന് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ അന്ന് ആസ്വദിച്ചത് ഭാരത് ജോഡോ യാത്ര ഒരു പോളിംഗ് ബൂത്തായി മാറി. അവിടെ നിന്നൊക്കെ വോട്ട് ചെയ്തൊക്കെ കാണുമ്പോൾ വലിയ അഭിമാനമായിരുന്നു, സന്തോഷമായിരുന്നു. അതിനപ്പുറത്തേക്കൊന്നും ഈ വിഷയത്തിൽ സംഭവിക്കില്ല എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിനെ കാണേണ്ട. ശ്രീ ശശി തരൂർ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു, വിയോജിപ്പ് പറയുന്നു. ജനാധിപത്യത്തിൽ വിയോജിപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിലെന്താ പ്രശ്നം? സുഭാഷ് ചന്ദ്രബോസും ഗാന്ധിജിയും പല വിഷയങ്ങളിൽ രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ലേ? രണ്ടുപേരും കോൺഗ്രസ് വിട്ടുപോയോ? അതല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഗ്രൗണ്ട് റിയാലിറ്റി അല്ല നിജേഷ്, ആ ജനാധിപത്യപരമായ വിയോജിപ്പിന്റെ ഭംഗിയൊക്കെ മനസ്സിലായി. പക്ഷേ ഈ ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ല ശശി തരൂരിന് കൂടി MM ഹസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് 3 ടേമിൽ 15 വർഷമായിട്ട് MP ആയി നിൽക്കുന്ന കോൺഗ്രസ്കാരൻ കൂടിയാണ്. അദ്ദേഹത്തിന് കേരളത്തിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ല എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? ഒരിക്കൽ ഗ്രൗണ്ട് ശ്രീ MM ഹസൻ സാർ ഉദ്ദേശിച്ചത് ഇവിടുത്തെ ഒരു പൊളിറ്റിക്സിന്റെ ചില സ്വഭാവ സവിശേഷതകൾക്കകത്തേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നിട്ടില്ല. കേരളത്തിൽ ശ്രീ ശശി തരൂര് ഒരു ലോകോത്തര നിലവാരം വെച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ അതിനെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് മറ്റൊരു ആംഗിളിലാണ്. കേരളത്തിൽ നമ്മൾ തന്നെ കണ്ടു, 2 ദിവസമായി കുറെ കാലം മുമ്പ് ശശി തരൂരിനെ വളരെ മോശകരമായി വ്യക്തിപരമായി അധിക്ഷേപിച്ച ഇനി പറയാനൊന്നും ബാക്കി വെക്കാത്ത ആളുകൾ ഇന്നലെ രാത്രി മുതൽ ശശി തരൂരിന്റെ ആരാധകരായി മാറിയിട്ടുണ്ട്. ചില കേരളത്തിലെ രാഷ്ട്രീയം അങ്ങനെയാണ്. ആ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ല എന്നേ പറഞ്ഞുള്ളൂ. ലേഖനം വായിച്ചിട്ടല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ പുസ്തകം പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് അറിഞ്ഞിട്ടില്ല. ഒരു കാര്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതേ തലയിൽ വെച്ച് നടക്കുന്ന ആളുണ്ട്. അത് പ്രചരിപ്പിക്കപ്പെടുന്ന നാടാണ് കേരളം എന്നതാണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിലേക്കും ഓരോ ആളുടെ അകത്തേക്കും ഈ ഒരു സന്ദേശമാണ് പോവുക. അപ്പൊ സന്ദേശത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഇന്നത്തെ മലയാളം പത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വാഴ്ത്തുപാട്ട് എന്നാണ്. എവിടെ വാഴ്ത്തുപാട്ടുള്ളത്? അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ട് എന്നൊക്കെ. അതിന് അങ്ങനെ പ്രചരിപ്പിക്കാനുള്ള ഒരു മീഡിയ ഇവിടെയുണ്ട്, ഒരു മാധ്യമം ഇവിടെയുണ്ട്. മാധ്യമം എന്ന് പറഞ്ഞാൽ കേവലം ഒരു ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളല്ല ഉദ്ദേശിച്ചത്, ഒരു മീഡിയ, അത് പ്രചരിപ്പിക്കുന്ന ഒരു വഴി ഇവിടെയുണ്ട്. ആ വഴിയെ പറ്റി മാത്രമാണ് ഉദ്ദേശിച്ചത്. അതിനപ്പുറത്തേക്ക് ദയവ് ചെയ്ത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിച്ചിട്ട് ഒന്നും കിട്ടാൻ പോവില്ല. പണ്ട് നമ്മൾ കോയമ്പത്തൂരേക്ക് CD തപ്പിപ്പോയ അതേ അവസ്ഥയായിരിക്കും നമ്മുടെ സോളാർ കേസിൽ. അതിനപ്പുറത്തൊന്നും ഇതിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്ന ഉറച്ച വിശ്വാസമുണ്ട്, അത് ഉറച്ച ബോധ്യവുമുണ്ട്. ഓക്കെ, ഞാൻ തിരികെ എത്താം. ശ്രീ